ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഒരു 5 കിലോവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ആണെന്ന് പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന UTL സോളാറിൻ്റെ 590 വാട്ട്സ് ലേറ്റസ്റ്റ് മോഡൽ ടോപ്പ് കോൺ ബൈഫേസിൽ വരുന്ന 10 മോഡ്യൂൾസാണ്. നമുക്കിവിടെ ഏകദേശം കിട്ടുന്ന 5900 വാട്ട്സ് ആണ് കണക്റ്റഡ് കപ്പാസിറ്റി. കറണ്ട് ബില്ല് ഒരു 6000 രൂപയ്ക്ക് മുകളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വളരെ ഉചിതമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നോൺ DCR പാനൽസ് ആണ്. ടോപ്പ് കോൺ ബൈഫേസിലാണ്. 590 വാട്ട്സ് ആണ് ഈച്ച് പാനൽ കപ്പാസിറ്റി വരുന്നത്. ഇതിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 590 വാട്ട്സിൻ്റെ ലേറ്റസ്റ്റ് ടോപ്പ് കോൺ ബൈഫേഷ്യൽ വരുന്ന ഹാഫ് കട്ട് പാനലുകളാണ്. 590ൻ്റെ 10 പാനലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സിംഗിൾ സ്ട്രിങ്ങിലാണ് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏകദേശം സ്ട്രിങ് വോൾട്ടേജ് 500 വോൾട്ടിന് മുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. സിംഗിൾ സ്ട്രിങ്ങുള്ള ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡെയിലി ഒരു ആവറേജ് 20 യൂണിറ്റിനും 30 യൂണിറ്റിനും ഇടയ്ക്ക് ആവശ്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ കറക്റ്റാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, ഏകദേശം കണക്റ്റഡ് കപ്പാസിറ്റി 5900 വാട്ട്സ്, അതായത് 6 കിലോ വാട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. കറണ്ട് ബില്ല് ഒരു 6000 മുതൽ നമുക്ക് ഏകദേശം ഒരു 12000 രൂപ വരെ വരുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ കറക്റ്റാണ്. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2.5 ട്യൂബ്സാണ് കംപ്ലീറ്റ് ഇതിൻ്റെ പെർലിനും അതുപോലെ തന്നെ റാഫ്റ്ററും എല്ലാം ചെയ്തിരിക്കുന്നത്. ഫ്രെയിം സെപ്പറേറ്റ് എർത്ത് ചെയ്തിട്ടുണ്ട്. 10 SWG കോപ്പർ ഉപയോഗിച്ചുകൊണ്ട്. 10ൻ്റെ കോപ്പർ ഉപയോഗിച്ച് തന്നെയാണ് ലൈറ്റ്നിങ് അറസ്റ്റും ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ക്രോസ് വെൽഡിങ്ങുകളും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ക്രോസിങ്ങുകളും എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഭാവിയിലോട്ട് ആട്ടം ഒന്നും വരാത്ത രീതിയിൽ, കാറ്റടിച്ചാലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ SS-ൻ്റെ J ബോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാനലിൻ്റെ മാനുഫാക്ചറർ കൊടുത്തിരിക്കുന്ന ഹോളിലൂടെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് അത് ഫ്രെയിം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6 mm DC XLP കേബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗിൾ സ്ട്രിംഗ് ആണ് വരുന്നത്. 10 പാനലിലൂടെ ചേർത്ത് ഒറ്റ സ്ട്രിങ്ങിലാണ് വരുന്നത്. വീടിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന, എന്നാൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ പാനലുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. 90 വാട്ട്സ് പാനൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 5.9 കിലോ വാട്ട്, അറൗണ്ട് ഒരു 6 കിലോ വാട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്ന പഴയ സോളാർ വാട്ടർ ഹീറ്റർ മാറ്റിയിട്ട് നമ്മൾ സുപ്രീം സോളാറിൻ്റെ 150 ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ട് ആ വാക്വയിലൂടെ തന്നെയാണ് നമ്മുടെ പുതിയ സോളാർ 5 കിലോ വാട്ട് പ്ലാന്റിലോട്ട് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലാഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സേഫായിട്ട് പിടിച്ച് കയറാവുന്ന രീതിയിലുള്ള ഹാൻഡ് റെയിലും ഒരു മിനിമം രീതിയിലുള്ള വാക്വയും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാക്വയും ഹാൻഡ് റെയിലും ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം സേഫായിട്ട് കയറുക. വർഷത്തിൽ 2-3 പ്രാവശ്യം കയറാവുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ്. DC സപ്ലൈ നേരെ DC MCBയിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു 32 ആംപിയറിൻ്റെ DC ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 20 ആംപിയറിൻ്റെ DC MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹാവൽസിൻ്റെ തന്നെ ഒരു DC SPD കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന UTL സോളാറിൻ്റെ 5 കിലോ വാട്ട് കപ്പാസിറ്റിയിൽ 6500 വാട്ട്സ് വരെ ലോഡ് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ പാനൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ്. അതിനുശേഷം ഔട്ട്പുട്ട് വരുന്ന ഒരു AC MCBയിലേക്കാണ്. ഇവിടെ നമുക്ക് 32 ആംപിയറിൻ്റെ ഒരു ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 പോൾ MCB ആണ്. അതുപോലെ തന്നെ ഒരു SPD പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു എർത്ത് ബെഞ്ച്, അതുപോലെ തന്നെ 10 SWGയുടെ കോപ്പർ കണ്ടക്ടറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. AC എർത്ത് DC എർത്ത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് താഴത്തേക്ക് പോകുന്ന കാണാം. 10 SWG കോപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റഫറൻസ് മീറ്റർ, സോളാർ മീറ്റർ കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ പ്രൊഡക്ഷനിലെ ജനറേഷൻ മീറ്ററാണ്. ജനറേഷൻ മീറ്ററിൽ ഒരു കട്ടൗട്ട് സ്വിച്ച് 40 ആംസിൻ്റെ 2 പോൾ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ജനറേഷൻ മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കറണ്ട് ബില്ല് ഒരു 6000 രൂപയ്ക്ക് മുകളിൽ കോൺസ്റ്റൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് അനുയോജ്യമാണ്. ഈ 5000 രൂപ ബില്ലുള്ളവർക്കാണെങ്കിൽ പോലും ഭാവിയിലേക്ക് ഒരു EV ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, AC ഒക്കെ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ആപ്റ്റായിരിക്കും. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.